നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു PSG-യുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് കിലിയൻ എംബപ്പെ പൂർത്തിയാക്കിയത്. പിന്നീട് അദ്ദേഹം ഫ്രീ ഏജൻ്റായിക്കൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തെ നിലനിർത്താൻ പരമാവധി PSG ശ്രമിച്ചിരുന്നു. പക്ഷേ എംബപ്പെ അതിന് വഴങ്ങിയില്ല. അദ്ദേഹം റയലിലേക്ക് പോവുകയായിരുന്നു. എംബപ്പെ ഫ്രീ ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിട്ടത് PSG-യെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പിടിക്കാത്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്ലബ്ബ് നൽകാനുള്ള സാലറി തടഞ്ഞു വെക്കുകയായിരുന്നു. അവസാനത്തെ 3 മാസത്തെ സാലറിയാണ് എംബപ്പെക്ക് PSG നൽകാനുണ്ടായിരുന്നത്. കൂടാതെ ലോയൽറ്റി ബോണസും PSG നൽകിയില്ല എന്നാണ് കിലിയൻ എംബപ്പെ ആരോപിച്ചിട്ടുള്ളത്. അങ്ങനെ ആകെ 55 മില്യൺ യൂറോയാണ് PSG-യിൽ നിന്നും കിലിയൻ എംബപ്പെക്ക് ലഭിക്കാനുണ്ടായിരുന്നത്. ഇത് PSG നൽകാതെ വന്നതോടെ എംബപ്പെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ഫ്രഞ്ച് ലീഗിൻ്റെ ലീഗൽ കമ്മീഷനെയായിരുന്നു എംബപ്പെ ഇക്കാര്യത്തിൽ സമീപിച്ചിരുന്നത്. ഏതായാലും ഈ കേസിൽ വിജയം സ്വന്തമാക്കാൻ എംബപ്പെക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നൽകാനുള്ള 55 മില്യൺ യൂറോ എംബപ്പെക്ക് നൽകാൻ ലീഗൽ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു. ഫ്രഞ്ച് മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ PSG ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. എംബപ്പെക്ക് നൽകാനുള്ള സാലറി ക്ലബ്ബ് നൽകിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായതോടുകൂടിയാണ് ലീഗൽ കമ്മീഷൻ അദ്ദേഹത്തിന് അനുകൂലമായി കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ എംബപ്പയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഈ വിധി വരുന്നതിന് മുൻപ് മധ്യസ്ഥതയിലൂടെ ഇത് പരിഹരിക്കാൻ PSG ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു തുക അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ എംബപ്പെ അത് നിരസിക്കുകയായിരുന്നു. എന്തെന്നാൽ 55 മില്യൺ യൂറോ പൂർണ്ണമായും ലഭിക്കണം എന്നുള്ളതായിരുന്നു എംബപ്പയുടെ നിലപാട്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അനുകൂലമായ ഒരു വിധി വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.